നമസ്തേ. സ്വരസന്ധി യണസന്ധിയുടെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ഉദാഹരണം നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇ അല്ലെങ്കിൽ ഈ വെച്ചിട്ടുള്ള സന്ധിയായിരുന്നു. ഇപ്പം ഊ അല്ലെങ്കിൽ ഊ വെച്ചിട്ട് ഉള്ള യണസന്ധി എങ്ങനെയാണെന്ന് നോക്കാം. ഊ അല്ലെങ്കിൽ ഊ തുടക്കത്തിലുള്ള പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനം ഊ അല്ലെങ്കിൽ ഊ, രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം അന്യസ്വരം, അതായത് ഊ അല്ലെങ്കിൽ ഊ അല്ലാതെ വേറെ എന്ത് സ്വരം വന്നാലും ഊ അല്ലെങ്കിൽ ഊ വ് ആയി മാറും. നമ്മൾ നേരത്തെ കണ്ടു ഈ അല്ലെങ്കിൽ ഈ ആയി മാറുന്നത് പോലെ ഊ അല്ലെങ്കിൽ ഊ വ് ആയി മാറും. രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം അങ്ങനെ തന്നെ നിൽക്കും, അന്യസ്വരം. നമുക്ക് ഉദാഹരണം നോക്കാം. സനാതന ധർമ്മത്തിൽ ഗുരുവിൻ്റെ സ്ഥാനം വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ ഗുരുവിൻ്റെ ആദേശം ശിരസാ എല്ലാവരും വഹിക്കും. ഇപ്പോൾ ഗുരുവാദേശ എന്നുള്ള പദം നമുക്ക് പിരിച്ചു നോക്കാം. ഗുരു ആദേശ. ഗുരു എന്ന പദത്തിൻ്റെ അവസാനം വരുന്നത് ഊ ആണ്. ഗുരു പിരിച്ചു കഴിഞ്ഞാൽ ഗു പ്ലസ് ര് പ്ലസ് ഉ ഊ എന്ന് വരുന്നുണ്ട്. രണ്ടാമത്തെ പദം ആദേശ, അതിൻ്റെ തുടക്കത്തിലുള്ള അക്ഷരം ആ എന്നാണ്. ആ എന്നത് അന്യസ്വരമാണ്, അതായത് ഊ അല്ലാത്ത ഏത് സ്വരവും ആകാം. അപ്പം ആ വന്നു. അപ്പം ആ പദം അങ്ങനെ തന്നെ നമ്മൾ എഴുതുകയാണ്, ആദേശ. ഇതിനൊരു മാറ്റവും വരില്ല, അന്യസ്വരം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ആ പദം നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി ഗു പ്ലസ് ര് പ്ലസ് ഈ ഊ എന്തായി മാറും? നമ്മൾ കണ്ടു ഇവിടെ വ് ആയി മാറും. അപ്പോൾ ഗു പ്ലസ് ര് പ്ലസ് ഊൻ്റെ സ്ഥാനത്ത് വ് എഴുതി പ്ലസ് ആദേശ. ഇനി ര് പ്ലസ് വ്, ര് തുടക്കത്തിൽ വരുന്നുണ്ട്, എന്താകും? ഗുരുവ് എന്നാകും. ഗുരുവ് പ്ലസ് ആദേശ. അപ്പോൾ ഗുരുവ് വ് പ്ലസ് ആ ഗുരുവാ എന്നാകും. ഗുരുവാദേശ. അപ്പം നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മൾ ഒന്ന് ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരുപാട് ശാസ്ത്രഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്ഥിരം പാരായണത്തിനൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമം, നാരായണീയം, ഭാഗവതം അങ്ങനെയൊക്കെ പാരായണം ചെയ്യുന്നവരാണെങ്കിൽ ഈ നിയമം മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ അറിയാതെ നമ്മളിലൂടെ വന്നോളും. നിയമം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പദം ചേർക്കുമ്പോൾ ആ നിയമം അനുസരിച്ച് നമ്മൾ തന്നെ മാറ്റം വരുത്തിക്കോളും. അതുകൊണ്ട് വിഷമിക്കേണ്ട, നിയമം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. ഊ എന്നതിൻ്റെ ഉദാഹരണം ഹേതു പ്ലസ് അർത്ഥം. ഹേത്വർത്ഥം, കാരണത്തിന് വേണ്ടിയിട്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണല്ലോ, പ്രയോജനമില്ലാതെ ഒന്നും നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പം ഹേത്വർത്ഥം പിരിക്കുമ്പോൾ ഹേതു പ്ലസ് അർത്ഥം. ഹേതു എന്ന പദത്തിൻ്റെ അവസാനം വരുന്നത് ഊ ആണ്. തു എന്നുള്ളത് ത് പ്ലസ് ഊ ആണ്. ഊ വരുന്നുണ്ട്. ഇനി ഊ കഴിഞ്ഞിട്ട് വരുന്ന സ്വരം ഊ അല്ലാതെ ഇരിക്കണം, ആ ആണ് വരുന്നത്. ആ എന്നുള്ളത് അന്യസ്വരം തന്നെയാണ്. അപ്പം ചേരുമ്പോൾ എന്താകും? ഊൻ്റെ സ്ഥാനത്ത് വ് വരും. അപ്പോൾ ഹേ ത് വ് പ്ലസ് അർത്ഥം. വ് പ്ലസ് ആ വാ എന്ന് വരും. ത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഹേ ത്വർത്ഥം എന്ന് വരുന്നു. രണ്ട് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. സാധു പ്ലസ് ഇതം. ഈ സാധു, ഈ പുണ്യാത്മാവ് എന്ന് നമ്മൾ പറയും. സാധ്വിതം, ഈ പുണ്യാത്മാവ്. സാധു പ്ലസ് ഇതം. സാധു എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഊ ആണ്. ഊ കഴിഞ്ഞിട്ട് വരുന്നത് ഈ ആണ്, അന്യസ്വരമാണ്. ഊ അല്ലാത്ത എന്ത് സ്വരവും അന്യസ്വരമാണ്. ഇതം. അപ്പോൾ ഊ വ് ആയി മാറും. സാ ധ വ് പ്ലസ് ഇതം. ഇനി വ് പ്ലസ് ഇ എന്നുള്ളത് എന്താകും? വി എന്നാകും. വി. അപ്പോൾ സാ ധ വിതം ചേരുമ്പോൾ സാദ്വിതം എന്ന് വരുന്നു. ഒരു ഉദാഹരണം കൂടി നോക്കാം. ഭജഗോവിന്ദത്തിൽ വരുന്ന ഒരു പദമാണ് കുറുവാവധാനം. നമ്മുടെ ആമയും മുയലിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ആമ ജയിച്ചു, മുയൽ തോറ്റുവല്ലോ. ആമ എങ്ങനെയാണ് ജയിച്ചത്? മെല്ലെ മെല്ലെ, വളരെ മെല്ലെ പോയല്ലോ. അതേപോലെ പ്രത്യേകിച്ചും ആധ്യാത്മിക രംഗം എന്ന് പറയുമ്പോൾ ഒരു വാളിൻ്റെ അറ്റത്ത് നടക്കുന്ന പോലെയാണ്. അതുകൊണ്ട്
ഓടിച്ചാടിയൊന്നും നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. വളരെ മെല്ലെ മെല്ലെ ആമയെ പോലെ സഞ്ചരിക്കണം എന്നാണ്. അപ്പോൾ കുരു അവധാനം, അതായത് മെല്ലെ നിതാന്തമായിട്ട് നമ്മൾ സഞ്ചരിക്കണം. കുരു അവധാനം. കുറുവ അവധാനം എന്നുള്ളത് കുരു പ്ലസ് അവധാനം. കുരു എന്ന പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഊ ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് അവധാനം ആ അന്യസ്വരമാണ്. അപ്പം ഊ എന്നുള്ളത് വ് ആയി മാറും. കു ര് വ് പ്ലസ് അവധാനം. വ് പ്ലസ് ആ വ ആയി മാറും. ഈ രാ വായിൻ്റെ മുകളിൽ പോവും. അപ്പം കുർവവധാനം എന്ന് വരും. അപ്പം നമ്മൾ ഊ വെച്ചിട്ട് കണ്ടു ഉദാഹരണം. ഇനി ഊ വെച്ചിട്ട് കാണാം. വധൂ അർത്ഥം. കല്യാണമൊക്കെ കഴിക്കുമ്പോൾ വധുവിൻ്റെ പാർട്ടി വരന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. വരൻ്റെ പാർട്ടി വധുവിന് വേണ്ടിയിട്ട് പലതും ചെയ്യുമല്ലോ. അപ്പം അമ്മ പറയുന്നു, എനിക്ക് വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ നെക്ലസ് പണിതിരിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? വധു അർത്ഥം. വധു അർത്ഥം വധുവിന് വേണ്ടിയിട്ട്. അപ്പം അത് പിരിക്കുമ്പോൾ വധൂ പ്ലസ് അർത്ഥം. വധുവിൻ്റെ അവസാനത്തെ അക്ഷരം ഊ ആണ്. ഊ കഴിഞ്ഞിട്ട് വരുന്നത് ആ. ഊ അല്ലാത്ത സ്വരമായതോടെ അന്യസ്വരമാണ്. അപ്പോൾ ഈ ഊ എന്നുള്ളത് വ് ആയി മാറും. വാ ധ പ്ലസ് വ് പ്ലസ് അർത്ഥം. വ് പ്ലസ് ആ വാ ആയി മാറും. ധ അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പോൾ വധ്വർത്ഥം എന്ന് വരുന്നു. വധ്വർത്ഥം. അത് നമ്മൾ ചേർത്ത് ചൊല്ലിയാലും അങ്ങനെ തന്നെ വരും. വധൂ അർത്ഥം വധൂ അർത്ഥം വധു അർത്ഥം വധു അർത്ഥം വധു അർത്ഥം. നമ്മളത് ചേർത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ അത് വരും. വധ്വർത്ഥം എന്ന് വന്നു പോകും. പ്രത്യേകം 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 വരുമ്പോൾ തന്നെ അത്. അപ്പം നമ്മൾ ചേർത്ത് രണ്ട് പദങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്ത് സന്ധിയാണ് അവിടെ വരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ യണുസന്ധിയുടെ മൂന്നാമത്തെ ഗ്രൂപ്പും കൂടി നോക്കാം.